ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അതായത് റിയൽ കേസിൽ e⁻x-നെ e⁻z എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് കോംപ്ലക്സിലുള്ള വാല്യൂസ് കിട്ടും, ഫംഗ്ഷൻ്റെ വാല്യൂസ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ റിയൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ വേരിയബിൾ എക്സിനെ നമ്മൾ z ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇനി ഓയിലേഴ്സ് ഫോർമുല ഫോർ റിയൽ കേസ് എന്താ പറയുന്നത്? e⁻ix cos x പ്ലസ് i × sin x അതുപോലെ തന്നെ e⁻−ix എന്ന് പറയുന്നത് എന്താണ്? cos x മൈനസ് i × sin x ആണ് വരുന്നത്. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്നും cos x-ൻ്റെയും sin x-ൻ്റെയും ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയും. എന്തൊക്കെ വരും? sin x e⁻ix മൈനസ് e⁻−ix, അതുപോലെ തന്നെ cos x become equal to e⁻ix പ്ലസ് e⁻−ix ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. നമ്മൾ പറഞ്ഞു ഇനി കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ റിയൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ നമ്മൾ വേരിയബിൾ എക്സിനെ സെഡിലേക്ക് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കോംപ്ലക്സ് സൈൻ ആൻഡ് കൊസൈൻ ഫംഗ്ഷൻസിന് എങ്ങനെ കിട്ടും? സൈൻ z e⁻iz മൈനസ് e⁻−iz ഡിവൈഡഡ് ബൈ 2i ആൻഡ് cos z e⁻iz പ്ലസ് e⁻−iz ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. നമുക്കറിയാം സൈനും കോസും യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡിഫൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ടാൻജൻറ്റ്, കോടാൻജൻറ്റ്, സീക്കൻറ്റ് ആൻഡ് കൊസീക്കൻറ്റ് ഫംഗ്ഷൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം ബൈ യൂസിങ് സൈൻ സെറ്റ് ആൻഡ് കോസ് സെറ്റ്. അപ്പോൾ എന്ത് വരും? ടാൻ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ കോംപ്ലക്സ് കേസിൽ വേരിയബിൾ എന്താണ്? സെഡ് ആണ്. അപ്പോൾ എന്ത് വരും? ടാൻ സെറ്റ് ഈക്വൽ സൈൻ സെഡ് ബൈ കോസ് സെറ്റ് എന്ന് വരും. അതുപോലെ തന്നെ കോട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്രോക്കൽ ഓഫ് ടാൻ സെറ്റ് ആണ്. അപ്പോൾ എന്ത് വരും? കോസ് സെറ്റ് ബൈ സൈൻ സെറ്റ് വരും. അതുപോലെ സീക്ക് സെറ്റ് ഈക്വൽ 1 ബൈ കോസ് സെറ്റ് ആൻഡ് കൊസീക്ക് സെറ്റ് ഈക്വൽ 1 ബൈ സൈൻ സെറ്റ് എന്ന് വരും. ഇനി നമുക്ക് കുറച്ച് ഐഡൻറ്റിറ്റീസ് പരിചയപ്പെടാം. റിയൽ കേസിൽ നമ്മൾ കുറച്ച് ഐഡൻറ്റിറ്റീസ് പഠിച്ചിട്ടുണ്ട്. ഈ റിയൽ കേസിലെ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് കേസിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾസ് എന്ന് പറയുന്നത് സിംപ്ലി ദി എക്സ്റ്റെൻഷൻസ് ഓഫ് ദി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് റിയൽ വേരിയബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ചില റിയൽ കേസിലുള്ള ഐഡൻറ്റിറ്റീസ് കോംപ്ലക്സ് കേസ് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് sin square z plus cos square z equal 1, tan square z plus 1 equal sec square z, cot square z plus 1 equal cosec square z, sin minus z equal minus sin z, അതുപോലെ കോസ് മൈനസ് സെറ്റ് ഈക്വൽ കോസ് സെറ്റ്. കാരണം കോസ് ഒരു ഈവൻ ഫംഗ്ഷനാണ്, സൈൻ ഓഡ് ഫംഗ്ഷനാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സൈൻ z പ്ലസ് പൈ ബൈ 2 ഈക്വൽ കോസ് സെറ്റ്, സൈൻ z മൈനസ് പൈ ബൈ 2 ഈക്വൽ മൈനസ് കോസ് സെറ്റ്, അതുപോലെ കോസ് z പ്ലസ് പൈ ബൈ 2 ഈക്വൽ മൈനസ് സൈൻ സെറ്റ്, കോസ് z മൈനസ് പൈ ബൈ 2 ഈക്വൽ സൈൻ സെറ്റ്. പിന്നെ നമുക്കറിയാം കോസ് എ പ്ലസ് ബി ആ കേസിൽ വരുന്ന കോംപ്ലക്സ് കേസിൽ വരുന്നതാണ് നമ്മൾ പറയുന്നത്. അതായത് കോസ് z1 പ്ലസ് z2 ഈക്വൽ കോസ് z1 ഇൻറ്റു കോസ് z2 മൈനസ് സൈൻ z1 ഇൻറ്റു സൈൻ z2. അതുപോലെ കോസ് z1 മൈനസ് z2 ആകുമ്പോൾ എന്ത് വരും? കോസ് z1 കോസ് z2 പ്ലസ് സൈൻ z1 സൈൻ z2 എന്ന് വരും. അതുപോലെ സൈൻ z1 പ്ലസ് z2 ഈക്വൽ സൈൻ z1 ഇൻറ്റു കോസ് z2 പ്ലസ് കോസ് z1 ഇൻറ്റു സൈൻ z2, സൈൻ z1 മൈനസ് z2 ഈക്വൽ സൈൻ z1 ഇൻറ്റു കോസ് z2 മൈനസ് കോസ് z1 സൈൻ z2. അതുപോലെ സൈൻ 2z എന്ന് പറയുന്നത് എന്താണ്? 2 സൈൻ സെറ്റ് കോസ് സെറ്റ്, കോസ് 2z ഈക്വൽ കോസ് സ്ക്വയർ സെറ്റ് മൈനസ് സൈൻ സ്ക്വയർ സെറ്റ്. ഇനി ഇതിൻ്റെ ഓരോന്നേ പ്രൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് കേസ് നമ്മൾ എന്താ പറഞ്ഞത്? സൈൻ സ്ക്വയർ സെറ്റ് പ്ലസ് കോസ് സ്ക്വയർ സെറ്റ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ LHS എടുക്കുകയാണ്. എന്ത് വരും?
സൈൻ സ്ക്വയർ സെറ്റ് പ്ലസ് കോസ് സ്ക്വയർ സെറ്റ് ബിക്കം ഈക്വൽ ടു നമ്മൾ പറഞ്ഞു എന്താണ് എക്സ്പോണൻഷ്യൽ ഫോമിൽ നമ്മൾ സൈനും കോസിനും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് ഫങ്ഷൻസിൻ്റെ രീതിയിൽ സൈൻ സെറ്റ് എന്ന് പറഞ്ഞാൽ e⁻⁻z മൈനസ് e⁻⁻iz ഡിവൈഡഡ് ബൈ 2i അതിൻ്റെ ഓൾ സ്ക്വയർ പ്ലസ് കോസ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ e⁻iz പ്ലസ് e⁻−iz ഡിവൈഡഡ് ബൈ 2 എന്ന് വരും കോസ് സ്ക്വയർ എന്ന് വരുമ്പോൾ അതിൻ്റെ ഹോൾ സ്ക്വയർ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളിതിങ്ങനെ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും ഈക്വൽ ടു 1 എന്ന് കിട്ടും അതായത് LHS ഈക്വൽ ടു RHS അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ പ്രൂവ് ചെയ്തു ഇതേപോലെ നമുക്ക് ഈ ഓരോ കേസും പ്രൂവ് ചെയ്യാൻ കഴിയും നെക്സ്റ്റ് നമുക്കൊരു റീമാർക്ക് നോക്കാം അതായത് സം പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ ദയർ കോംപ്ലക്സ് കൗണ്ടർ പാർട്ട് എക്സാമ്പിളായിട്ട് പറയാം മോഡ് സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് മോഡ് കോസ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫോർ ഓൾ റിയൽ എക്സ് അതായത് എല്ലാ റിയൽ എക്സിൻ്റെ കേസിലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും ബട്ട് ദിസ് ഈസ് നോട്ട് ജനറലി സാറ്റിസ്ഫൈഡ് ഫോർ ഓൾ കോംപ്ലക്സ് ഇൻപുട്ട് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പീരിയോഡിസിറ്റി ഓഫ് കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ് അതായത് കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ ഒരു പീരിയോഡിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് പീരിയോഡിക് ആണ് അതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് എന്താ 2πi അതായത് 2πiയിൽ വാല്യൂസ് എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ വരും ദാറ്റ് ഈസ് e⁻z പ്ലസ് 2πi become equal e⁻z which is equal to e⁻z minus 2πi ഇതിൽ നിന്നും സൈനിൻ്റെയും കൊസൈനിൻ്റെയും ഫങ്ഷൻസിൻ്റെ പീരിയോഡിസിറ്റി നമ്മൾ നോക്കാൻ പോകുകയാണ് അതായത് പീരിയോഡിക് ആയിട്ടുള്ള ഇൻ്റർവെൽ ഏതാണ് അങ്ങനെയൊക്കെ നമ്മൾ നോക്കാൻ പോകുകയാണ് അപ്പോൾ നമ്മൾ കോസ് z പ്ലസ് 2πi നോക്കുകയാണ് അപ്പോൾ നമുക്കറിയാം കോസ് z എന്ന് പറഞ്ഞാൽ എന്താ e⁻iz പ്ലസ് e⁻−iz ഡിവൈഡഡ് ബൈ 2 ആണ് അപ്പോൾ നമ്മൾ ഇവിടെ എന്താ സെഡിൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത് z പ്ലസ് 2π ആണ് അത് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് വരും e⁻i ഇൻറ്റു z പ്ലസ് 2π പ്ലസ് e⁻−i ഇൻറ്റു z പ്ലസ് 2π ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി e⁻iz പ്ലസ് 2πi പ്ലസ് e⁻−iz മൈനസ് 2πi ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു നമുക്കറിയാം e⁻iz പ്ലസ് 2πi എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ് e⁻izന് ഈക്വലാണ് അതുപോലെ തന്നെ e⁻−iz മൈനസ് 2πi എന്ന് പറയുന്നത് ബിക്കം ഈക്വൽ ടു e⁻−iz ആണ് അങ്ങനെ ഇവിടെ റീപ്ലേസ് ചെയ്ത് വന്നു അപ്പോൾ എന്ത് വന്നു e⁻iz പ്ലസ് e⁻−iz ഡിവൈഡഡ് ബൈ 2 എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് കോസ് z ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി കോസ് z പ്ലസ് 2π എന്ന് പറയുന്നത് എന്ത് വന്നു കോസ് z എന്ന് വന്നു ഇനി സൈൻ z പ്ലസ് 2π എന്ന് പറയുന്നത് നമുക്കറിയാം സൈൻ z എന്ന് പറഞ്ഞാൽ e⁻iz മൈനസ് e⁻−iz ഡിവൈഡഡ് ബൈ 2i ആണ് അവിടെ z-ൻ്റെ സ്ഥാനത്ത് z പ്ലസ് 2π ആണ് അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വന്നു സൈൻ z പ്ലസ് 2π ഈക്വൽ സൈൻ z എന്ന് വന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി കോംപ്ലക്സ് സൈൻ ആൻഡ് കൊസൈൻ ഫങ്ഷൻസ് പീരിയോഡിക് ആണ് വിത്ത് റിയൽ പീരീഡ് ഓഫ് 2π എന്ന് കിട്ടി ഇനി നമ്മൾ കോസ് z പ്ലസ് പൈ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞു സൈനിൻ്റെയും കോസിൻ്റെയും പീരിയോഡിസിറ്റി നോക്കി ഇനി നമുക്ക് ടാന് കൊസീക്ക് സീക്ക് കോട്ട് അതിൻ്റെയൊക്കെ പീരിയോഡിസിറ്റി നോക്കണം അതിനു വേണ്ടി കോസ് z പ്ലസ് പൈ നോക്കുകയാണ് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വന്നു മൈനസ് കോസ് z എന്ന് കിട്ടി ഇനി സൈൻ z പ്ലസ് പൈ എന്ന് പറയുന്നത് എന്താ വന്നേ മൈനസ് സൈൻ z കിട്ടി ഇനി നമ്മൾ ടാൻ z പ്ലസ് പൈ എന്ന് വരുന്നാൽ എന്താ സൈൻ z പ്ലസ് പൈ ഡിവൈഡഡ് ബൈ കോസ് z പ്ലസ് പൈ എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ z അതായത് ടാൻ z പ്ലസ് പൈ എന്ന് പറയുന്നത് ടാൻ z ആണ് കോഡ് z പ്ലസ് പൈ എന്ന് പറയുന്നത് എന്താണ് കോഡ് z ആണ് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി ടാൻ z എന്ന് പറയുന്നതും കോഡ് z എന്ന് പറയുന്നതും കോംപ്ലക്സ് കേസിൽ എന്താണ് പീരിയോഡിക് ആണ് വിത്ത് പീരിയഡ് പൈ അതായത് സൈനിൻ്റെ റെസിപ്രോക്കൽ കൊസീക്കും അതുപോലെ തന്നെ കോസിൻ്റെ റെസിപ്രോക്കൽ സീക്കും എന്താണ് ഈസ് ആൾസോ പീരിയോഡിക് വിത്ത് പീരിയഡ് 2π ആണ് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു സൈൻ
സൈനും കോസും പീരിയോഡിക് with period 2 pi, tan and cot are periodic with period pi. Also sec z and cosec z are periodic with 2 pi. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സീറോസ് ഓഫ് കോംപ്ലക്സ് സൈൻ ആൻഡ് കൊസൈൻ ഫങ്ഷൻസ് ആണ്. എ സീറോ ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ നമ്പർ സെഡ് നോട്ട് സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0. നമ്മളിവിടെ നോക്കാൻ പോകുന്ന സീറോസ് ഓഫ് കോംപ്ലക്സ് സൈൻ ആൻഡ് കൊസൈൻ ഫങ്ഷൻസിൻ്റെ കേസാണ്. അപ്പോൾ റിയൽ കേസിൽ സൈൻ ഫങ്ഷൻ്റെ സീറോസ് ഒക്കെ ചെയ്യുക ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് പൈക്കാണ്. അതുപോലെ തന്നെ സീറോസ് ഓഫ് കൊസൈൻ ഫങ്ഷൻസ് ഇൻ റിയൽ കേസ് എന്ന് പറയുന്നത് ഒക്കെ ചെയ്യുക ഓഡ് ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് π/2ലായിരിക്കും. This condition is also satisfied by complex sine and cosine function. Therefore, in complex sine function, the zeros occurs at integer multiples of pi, and for cosine function, the zeros is exist for odd integer multiples of π/2. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, ഈ പോയിന്റിൽ ഒഴികെ വേറെ ഏതെങ്കിലും പോയിൻറ്റ്സിൽ, അതായത് റിയൽ കേസിൽ സൈൻ ആൻഡ് കൊസൈൻ ഫങ്ഷൻസ് 0 ആകുന്ന പോയിൻ്റ് ഒഴികെയുള്ള വേറെ ഏതെങ്കിലും പോയിൻറ്റ്സിൽ കോംപ്ലക്സ് ഫങ്ഷൻസ് 0 വരുന്നുണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ട് വരാം. അപ്പോൾ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുകയാണ്. ബൈ സോൾവിങ് ദി ഇക്വേഷൻ സൈൻ സെറ്റ് ഈക്വൽ 0 ആൻഡ് കോസ് സെറ്റ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് സൈൻ സെറ്റ് ഈക്വൽ ടു 0 വെച്ചിട്ടാണ്. സൈൻ സെറ്റ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇ റൈസ് ടു ഐ സെറ്റ് മൈനസ് ഇ റൈസ് ടു ഐ സെറ്റ് ഡിവൈഡഡ് ബൈ 2i ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ഇ റൈസ് ടു ഐ സെറ്റ് മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ സെറ്റ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇ റൈസ് ടു ഐ സെറ്റ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ഐ സെറ്റ്. ഇനി രണ്ട് സൈഡ് നമ്മൾ ഇ റൈസ് ടു ഐ സെറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? ഇ റൈസ് ടു ഐ സെറ്റ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. ദാറ്റ് ഈസ് ഇ റൈസ് ടു ഐ സെറ്റ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് 1. We know that argument of e raised to ഐ സെറ്റ് ബിക്കം ഈക്വൽ ടു എന്താണ്? ഇ റേസ് ടു എന്താണ്? ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ആണ്. കാരണം സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. അതെന്ത് വരും? ഇ റേസ് ടു എക്സ് ഐ പ്ലസ് വൈ ഇൻറ്റു ഐ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഐ മൈനസ് വൈ, വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് എക്സ് ഐ. ദാറ്റ് ഈസ് argument of e raised to I set become equal to argument of e raised to minus y plus ix, that is equal x. ദാറ്റ് ഈസ് ഐൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? എക്സ് ആണ്. അതാണ് എക്സ് വരാൻ കാരണം. അതുപോലെ തന്നെ നമ്മളെന്ത് പറഞ്ഞു? ഇ റേസ് ടു ഐ സെറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ഇ റേസ് ടു ഐ സെറ്റ് ഈക്വൽ ടു 1 എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ് ഓഫ് 1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു n പൈ എന്ന് വരും. അതുപോലെ തന്നെ ഇ റേസ് ടു ഐ സെറ്റ് ബിക്കം ഈക്വൽ ടു x equal to argument of minus 1, that is pi plus 2n pi, that is 2n plus 1 into pi, where n equal to 0 plus or minus 1 plus or minus 2 etc. That is ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ, അതായത് ഇ റേസ് ടു ഐ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ഓർ മൈനസ് 1 വരുമ്പോൾ നമ്മൾ വാല്യൂ എക്സ് ബിക്കം ഈക്വൽ ടു എന്ത് വരും? എൻ പൈ എന്ന് വരും. വേർ എൻ ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര. ആൻഡ് സോ സെഡ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് ഐ വൈ വിച്ച് ഈസ് ഈക്വൽ ടു എൻ പൈ, വേർ എൻ ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര. ഇനി നമ്മൾ കോസിൻ്റെ കേസ് കൺസിഡർ ചെയ്യാൻ. അപ്പോൾ അതായത് കോസ് സെഡ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഈക്വൽ ടു 0. ഫ്രം ദിസ് വി ഗോട്ട് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു 0 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1. ദാറ്റ് ഈസ് ഇ റേസ് ടു ഐ സെഡ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1, ദാറ്റ് ഈസ് ഇ റേസ് ടു ഐ സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. ഇനി നമ്മൾ എടുക്കുകയാണ് മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ സെറ്റ് ബിക്കം ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് ഐ മൈനസ് വൈ വിച്ച് ഈസ് ഈക്വൽ
modulus of e raised to minus y plus xy which is equal e raised to minus y. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? e raised to iz equal to plus or minus i എന്ന് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് e raised to iz equal to modulus of plus or minus I which is equal to 1. From 1 and 2 we got that e raised to minus y become equal to 1. That implies that y become equal to 0. We know that argument of e raised to iz become equal to argument of e raised to minus y plus ix which is equal to x. When e raised to iz equal to I, then x become equal to argument of I which is equal pi by 2 plus 2n pi where n equal to 0 plus or minus 1 plus or minus 2 etc. And also when e raised to iz equal to minus I, then x equal to argument of minus I, that is equal to minus pi by 2 plus 2n pi, that is pi by 2 plus 2n minus 1 into pi. നമ്മൾ പറഞ്ഞു e raised to iz equal plus or minus I വരുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് രണ്ടും കമ്പൈൻ ചെയ്യാം. അപ്പോൾ എന്ത് വരും? x become equal to pi by 2 plus 2n pi, that is z equal to x plus iy become equal to pi by 2 plus n pi where n equal to 0 plus or minus 1 plus or minus 2 etc. Therefore we got the zeros of cos z are the odd integral multiples of pi by 2. Thank you.